Dear students, myself Vishnu S. Nair, Assistant Professor, Mechanical Engineering Department, SNIT, Adur. Today we are going to discuss the topic demand planning and the role of forecasting in supply chain, and it is in Module 2 of Supply Chain and Logistics Management in S7 Mechanical Engineering. So going in topic, first one, demand planning. What is demand planning? Demand planning is a supply chain management process of forecasting, predicting the demand for products to ensure they can be delivered and satisfy the customers. The goal is to strike a balance between having sufficient inventory levels to meet customer needs without having a surplus. A wide variety of factors can influence demand, including labor force changes, economic shift, severe weather, natural disasters, or global crisis events. സോ ഡിമാൻഡ് പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കമ്പനിയുടെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് ഈ ഡിമാൻഡ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഈ ഡിമാൻഡ് പ്ലാനിംഗ് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് കറക്റ്റായിട്ടുള്ള ഇൻവെൻട്രീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് കറക്റ്റായിട്ട് വളരെ കറക്റ്റായിട്ട് പ്രൊഡക്ഷൻ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതുവഴി നമുക്ക് കറക്റ്റായിട്ടുള്ള സെയിൽസ് നടത്തി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നേടിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മളൊരു കറക്റ്റ് ലെവലിലല്ല ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കറക്റ്റായിട്ടല്ല ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താ പറ്റുന്നത്, നമുക്ക് സെയിൽസിൽ നഷ്ടം സംഭവിക്കാം. നമ്മൾ ഒന്നുകിൽ കൂടുതൽ ഡിമാൻഡ് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടാക്കി വെച്ചു, അത് സെയിലായി പോയില്ല, അങ്ങനെയെങ്കിൽ നഷ്ടം സംഭവിക്കാം. അല്ല, നമ്മൾ കുറഞ്ഞ ഡിമാൻഡിനാണ് അനുസരിച്ചാണ് നമ്മൾ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് വെച്ചത്, പക്ഷേ മാർക്കറ്റിൽ കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരുന്നു, അങ്ങനെയെങ്കിൽ നമുക്ക് അവിടെ മാർക്കറ്റ് തന്നെ നഷ്ടപ്പെടും. സോ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട്. സോ ഡിമാൻഡ് പ്ലാനിങ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അതിൻ്റെ ഏറ്റവും എന്ന് പറയുന്നത് ഒരു ഫോർകാസ്റ്റിംഗ് ആണ് അവിടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, വാട്ട് ഈസ് ഫോർകാസ്റ്റിംഗ്? Forecasting can be defined as the estimation of future demand of products and service so that the organization can plan to produce to meet the actual demand. So forecasting എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന ഡിമാൻഡ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, നമ്മൾ ഒരു വിൻ്റർ ടൈമിൽ അല്ലെങ്കിൽ ഒരു ക്ലോത്ത് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ എടുക്കുകയാണ്. അവിടെ നോക്കുമ്പോഴത്തേക്കും അവർ ഈ വിൻ്റർ ടൈമിൽ എത്രത്തോളം സെയിൽസ് നേടിയെടുക്കണം, അത് അനുസരിച്ചായിരിക്കും അവരുടെ വൂളൻ ക്ലോത്ത്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അതൊക്കെ ആ ഒരു ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, അത് എന്താണ് ആ ഒരു എത്രത്തോളം സെയിലായി പോകും എന്നുള്ളതൊക്കെ അവിടെ പഴയ ഹിസ്റ്റോറിക്കൽ ഡേറ്റയും അവരുടെ പഴയ സെയിൽസിൻ്റെ ഡേറ്റയും പഴയ പ്രൊഡക്ഷൻ്റെ ഡേറ്റയും എല്ലാം വെച്ചിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും അവർ ഫൈനലായിട്ടുള്ള ഒരു ഇതിലേക്ക് എത്തുന്നത്. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ്ങിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു കാര്യമല്ല ഈ പറഞ്ഞ ഫോർകാസ്റ്റിംഗ്. ഈവൻ ഈ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റൽ വൈസിലും അത് ഇൻവോൾവ് ആയിട്ട് വരുന്നുണ്ട്. ഈ പറഞ്ഞ ഫോർകാസ്റ്റിംഗ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഇത് ഇൻവോൾവ് ആയിട്ട് വരുന്നുണ്ട്. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫോർകാസ്റ്റിംഗ് ഇപ്പം നമുക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണം, ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ കൂടുതൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, അതനുസരിച്ച് നമ്മുടെ വർക്ക് ഫോഴ്സിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. സോ അപ്പോൾ ഈ പറഞ്ഞ ഫോർകാസ്റ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ HR ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ആക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതനുസരിച്ചുള്ള റോ മെറ്റീരിയൽസ് വേണം. അപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തിനെ ബേസ് ചെയ്തായിരിക്കും ആക്ട് ചെയ്യുന്നത്, ഈ പറഞ്ഞ ഫോർകാസ്റ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാനിങ് എന്നുള്ളതിൻ്റെ ബേസിക്സ് തന്നെ ഈ പറഞ്ഞ ഫോർകാസ്റ്റിങ്ങിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വന്നേക്കുന്നത്. സോ ഈ പറഞ്ഞ ഫോർകാസ്റ്റിങ്ങിൻ്റെ ഡേറ്റാസ് എല്ലാം എവിടെ നിന്നാണ് കിട്ടുന്നത്, പഴയ ഹിസ്റ്റോറിക്കൽ ഡേറ്റാസ്, അതിൽ നിന്നുമായിരിക്കും കിട്ടുന്നത്. അത് ഈ പറഞ്ഞ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അതനുസരിച്ചായിരിക്കും അവരുടെ ഒരു കമ്മിങ് ഇയറിലേക്ക് ഈ പറഞ്ഞ ഫോർകാസ്റ്റിങ് പ്ലാൻ ചെയ്യുന്നത്.
സോ ഒരു ഗുഡ് ഫോർകാസ്റ്റിംഗ് ടെക്നിക്കാണ് അവിടെ ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനിയിൽ അൺസർട്ടനിറ്റീസ് മാക്സിമം നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് അതേപോലെ തന്നെ പ്രോഫിറ്റ് മേക്കിംഗ് എന്നുള്ളത് ഒരു നമുക്ക് എക്സാക്റ്റ് ആയിട്ട് എന്തുമാത്രം പ്രോഫിറ്റ് നമുക്ക് അവിടെ ഗെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതെല്ലാം നമുക്ക് കസ്റ്റമറിൻ്റെ ഡിമാൻഡ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ പ്രോഫിറ്റ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതെല്ലാം നമുക്ക് അവിടെ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും. സോ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മുടെ ഒരു സപ്ലൈ ചെയിൻ പ്രോസസ്സ് തന്നെ പഠിച്ചപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞായിരുന്നു 2 ടൈപ്പ് ഓഫ് പ്രോസസ്സ് വരുന്നുണ്ട്. ഒന്ന് പുഷ് പ്രോസസ്സും ഒന്ന് പുൾ പ്രോസസ്സും വരുന്നുണ്ട്. ഈ പറഞ്ഞ പുഷ് പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഈ പറഞ്ഞ ഫോർകാസ്റ്റിംഗ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ആൻറ്റിസിപ്പേഷനാണ് ചെയ്യുന്നത്. കാര്യം നമ്മൾ മാർക്കറ്റിലേക്ക് നമ്മളെ പ്രോഡക്റ്റിനെ തള്ളി വിടുകയാണ്. കസ്റ്റമറിൻ്റെ എത്രയാണ് എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ എത്രയായിരിക്കും എന്നുള്ളതൊരു ഫോർകാസ്റ്റിംഗ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ സെയിൽസ് എത്രത്തോളം ഉണ്ടാകും, ആരും ഡിമാൻഡ് ചെയ്യുന്നതല്ല, നമുക്ക് ആ ഡിമാൻഡ് എത്രയാണെന്നുള്ളത് അറിയത്തുമില്ല. നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സാധനത്തിന് നമ്മൾ ഈ പറഞ്ഞ മാർക്കറ്റിലേക്ക് തള്ളി വിടുകയാണ് ചെയ്യുന്നത്. സോ അത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്തെ ഈ പറഞ്ഞ ഹിസ്റ്റോറിക്കൽ ഡേറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറായിട്ട് വരുന്നുണ്ട്. ആൻഡ് അതേസമയം ഒരു പുൾ പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞായിരുന്നു, കസ്റ്റമർ തന്നെ ചെന്ന് ഈ പറഞ്ഞ സാധനം എത്രത്തോളം ഉണ്ടോ അതിനെ വാങ്ങിച്ചെടുക്കുക. അതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെയൊക്കെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതേ ഇത് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോ അവിടെ ആ സൂപ്പർ മാർക്കറ്റിൻ്റെ മാനേജർ എന്താണ് പ്ലാൻ ചെയ്യാനുള്ളത്, അവൈലബിൾ കപ്പാസിറ്റി എത്രയായിരിക്കണം, അത് നമ്മൾ എത്രത്തോളം സെയിലായി കസ്റ്റമറിന് വേണ്ടി വരും എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ട് അത് അവരവിടെ സ്റ്റോക്ക് ചെയ്യും, ഒരു പ്രോഡക്റ്റ് അവിടെ സ്റ്റോക്ക് ചെയ്യും. സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോർകാസ്റ്റ് പറയുമ്പോഴത്തേക്ക് അതിൽ മെയിനായിട്ട് 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വരുന്നത്. അത് 1 by 1 ആയിട്ട് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഫോർകാസ്റ്റ് ആർ ഓൾവേസ് ഇന്നാക്യുറേറ്റ് ആൻഡ് should thus include both the expected value of the forecast and a measure of forecast error. So ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇന്നാക്യുറേറ്റ് ആയിട്ടുള്ളൊരു വാല്യൂ എന്നുള്ള രീതിയിലാണ്, അതായത് ഒരു റോങ് വാല്യൂ ആയിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റിൽ തന്നെയാണ് നമ്മളിത് പറയുന്നത്. അതേസമയം അത് കാരണം എന്താണ്, നമുക്ക് ഒന്നും എക്സാക്റ്റ് ആയിട്ടല്ല, നമ്മൾ ഇതെല്ലാം പ്രീ പ്ലാൻ ചെയ്ത് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. സോ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ഡേറ്റാസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ പറഞ്ഞ കാൽക്കുലേഷൻ ചെയ്യുന്നത്. സോ ഇത് വെറും ഒരു കാൽക്കുലേഷനിലാണ് നമ്മൾ ഈ പറഞ്ഞ ഫോർകാസ്റ്റ് ചെയ്യുന്നത്. സോ അതിൽ എന്തൊക്കെ ഫാക്ടേഴ്സ്, ചിലപ്പോൾ ഈ പറഞ്ഞ പല ഫാക്ടേഴ്സ് ഇൻവോൾവ് ആയിട്ട് വരാറുണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത അത്രയും എമൗണ്ട് നമുക്ക് സെയിലായി പോകണമെന്നില്ല. സോ അങ്ങനെയുള്ള കേസസ് വരുമ്പോഴത്തേക്കും നമുക്ക് പല ഫാക്ടേഴ്സും അവിടെ ഇൻവോൾവ് ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പം നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്, കോവിഡ് ഒക്കെ ബാധിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് ഇപ്പോൾ വന്നേക്കുന്നത്. മാർക്കറ്റെല്ലാം വളരെ ഡള്ളാണ്. ഇത് ആരെങ്കിലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ കോവിഡ് ഉണ്ടാവും എന്നുള്ളത്? വല്ലതും ആരെങ്കിലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? ആരും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. സോ ഈ പറഞ്ഞ ഫോർകാസ്റ്റിംഗ് ചെയ്യാൻ നേരത്ത് ഇവർ ഈ കോവിഡ് ഉണ്ടാവും എന്നുള്ള സിറ്റുവേഷനൊന്നും മുൻകൂട്ടി കണ്ടിട്ടില്ല, അല്ലാതെ ആയിരിക്കും അവർ ഈ പറഞ്ഞ ഫോർകാസ്റ്റിംഗ് എല്ലാം ചെയ്തേക്കുന്നത്. സോ അതനുസരിച്ചായിരിക്കും അവരുടെ ഫോർകാസ്റ്റിംഗ് വാല്യൂസ്. സോ അങ്ങനെ ഒരു കേസ് വന്നപ്പോഴത്തേക്കും എന്താണ്, ഈ പറഞ്ഞ വാല്യൂസ് ഇന്നാക്യുറേറ്റ് ആയി. കാര്യം സഡനായിട്ട് ഒരു ഫ്ലക്ച്വേഷൻ അവിടെ ഉണ്ടായി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉണ്ടായത്. അതിന് തന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് 2 കാർ ഡീലേഴ്സ് ഉണ്ട്. ഒരാൾ 100-നും 1000-ൻ്റെ ഇടയിൽ സെയിലുണ്ടാകുമെന്ന് വിശ്വസിക്കുമ്പോഴത്തേക്കും മറ്റേ ആൾ 900-നും 1100-ൻ്റെ ഇടയിൽ സെയിലുണ്ടാകുമെന്നാണ് അയാളുടെ പ്ലാനിങ്. അയാളുടെ ഈ പറഞ്ഞ ഹിസ്റ്റോറിക്കൽ ഡേറ്റയും അവരുടെ സോഴ്സിങ്, ഞാൻ പറഞ്ഞു സോഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഡേറ്റ കളക്ട് ചെയ്ത് അതിൽ നിന്നുള്ള ഇത് ചെയ്യുന്നതിനാണ് സോഴ്സിംഗ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ പറഞ്ഞ പോളിസീസ് വെച്ചിട്ട് അവരുടെ ഈ കാൽക്കുലേഷൻ വന്നു. ഒരാൾക്ക് എക്സാക്റ്റ് ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100-നും 1000-ൻ്റെ ഇടയ്ക്ക്. സോ അവിടെ നോക്കുമ്പോഴത്തേക്കും ഒരു വലിയൊരു വേരിയേഷനാണ് അവിടെ വരുന്നത്. അതേസമയം രണ്ടാമത്തെ ആൾക്കാണെങ്കിൽ
900-നും 1100. സോ അങ്ങനെയുള്ളൊരു കേസ് വരുമ്പോഴത്തേക്കും അവിടെ ഏറ്റവും കൂടുതൽ ആക്യുറസി ആർക്കാണ്? ഈ പറഞ്ഞ രണ്ടാമത്തെ ആൾക്കാണ്. ഈ പറഞ്ഞ ആക്യുറസി കിട്ടണമെന്നുണ്ടെങ്കിൽ എക്സാക്റ്റ് ആയിട്ടുള്ള ഡേറ്റ അവൈലബിൾ ആയിരിക്കണം. എക്സാക്റ്റ് ആയിട്ടുള്ള ഡേറ്റ എക്സാക്റ്റ് കറക്റ്റ് സോഴ്സിൽ നിന്നും അവൈലബിൾ ആയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ പറഞ്ഞ വാല്യൂസ് വളരെ ഡീവിയേഷൻ കുറഞ്ഞിട്ടുള്ളൊരു വാല്യൂസ് നമുക്ക് അവിടെ കിട്ടത്തുള്ളൂ. ഇനി രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം ഫോർകാസ്റ്റ് ആർ യൂഷ്വലി ലെസ് ആക്യുറേറ്റ് ദാൻ ഷോർട്ട് ടേം ഫോർകാസ്റ്റ്. That is, long term forecasts have a larger standard deviation of error relative to the mean than short term forecast. സോ അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോർ മാനേജർ അയാൾക്ക് ഒരു ദിവസത്തേക്കുള്ള ഒരു ഒരു പർട്ടിക്കുലർ ദിവസത്തേക്കുള്ള കാൽക്കുലേഷൻ ആയിരിക്കും അവർ ചെയ്യുന്നത്. അടുത്ത ദിവസം എത്ര സെയിൽ ഉണ്ടാവണം, എത്രത്തോളം സെയിലായിരിക്കും ഉണ്ടാവുന്നത്, അതിനെ ബേസ് ചെയ്തായിരിക്കും അവർ ഈ പറഞ്ഞ സാധനങ്ങൾ എടുത്തു വയ്ക്കുന്നതും എല്ലാം ചെയ്യുന്നത്. അതേസമയം ഇതിൻ്റെ മാനുഫാക്ചറിങ് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വളരെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാധാരണ ഒരു പ്രൊഫഷണൽ സ്റ്റോർ തന്നെ പോവാം. സാധാരണ ഒരു പ്രൊഫഷണൽ സ്റ്റോറിൽ എന്ന് പറയുമ്പോഴത്തേക്കും സപ്പോസ് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന നാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ഉണ്ടല്ലോ, ആ നാനിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ചെയ്യുന്നത്? അവർ ഒരു അടുത്ത 1 മാസം അല്ലെങ്കിൽ 2 മാസത്തേക്ക് എന്ന് മാത്രം ഇത് ചിലവാകും എന്നുള്ളത് ഒരു കണക്ക് കൂട്ടില്ല. അവരുടെ പ്രീവിയസ് ഡേറ്റ എല്ലാത്തിനെയും ബേസ് ചെയ്തിട്ടുള്ള ഒരു കണക്ക് കൂടെ ഒരു സാധനം എടുത്ത് വയ്ക്കുന്നു, അത് സെയിലായി പോകുന്നു. അതേസമയം ഈ പറഞ്ഞ കമ്പനിയുടെ ആൾക്കാർ ഈ അടുത്ത 1 മാസത്തേക്കും 2 മാസത്തേക്ക് ഇത്ര അവർ നോക്കുമ്പോഴത്തേക്കും അടുത്ത 1 വർഷം നമ്മളുടെ ടാർഗറ്റ് എത്രയായിരിക്കണം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവരുടെ പ്രൊഡക്ഷൻ തന്നെ വരുന്നത്. സോ അവരുടെ കാര്യം വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, ഈ പറഞ്ഞ സ്റ്റോർ മാനേജറിൻ്റെ എക്സാമ്പിൾ. അതേസമയം ലോങ് ടേം വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്റ്റോർ മാനേജർ അടുത്ത 1 വർഷത്തേക്ക് എനിക്ക് ഇത്രയും സെയിൽ ചെയ്യാൻ പറ്റും എന്നും പറഞ്ഞൊരു ബൾക്ക് എമൗണ്ട്, ഹ്യൂജ് ആയിട്ടുള്ളൊരു എമൗണ്ട് എടുത്ത് അവിടെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലവായി പോവുമോ? ഇല്ല. അങ്ങനെയുള്ള ഒരു കേസാണ് ഈ പറഞ്ഞ ഷോർട്ട് ടേം ഫോർകാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അതേസമയം ലോങ് ടേം ഫോർകാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത്രത്തോളം ആക്യുറേറ്റ് ആവണമെന്നില്ല. ആൻഡ് മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രിഗേറ്റ് ഫോർകാസ്റ്റ് are usually more accurate than disaggregate forecast, and they tend to have smaller standard deviation of error relative to the mean. സോ അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത 1 വർഷത്തേക്ക് ഈ ഒരു പ്രോഡക്റ്റ് എത്രത്തോളം സെയിലാകും എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൽ നിന്നും നമുക്ക് എന്തുമാത്രം വരുമാനം കിട്ടും എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വളരെ പാടായിരിക്കും. സോ അതാണ് പറയുന്നത്, ഈ അഗ്രിഗേറ്റ് ഫോർകാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മോർ ആക്യുറേറ്റ് ആയിരിക്കും. അതേസമയം ഡിസഗ്രിഗേറ്റ് ആയിട്ടുള്ള ഒരു ഫോർകാസ്റ്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം ആക്യുറേറ്റ് ആവണമെന്നില്ല. സോ കമ്പോണൻസ് ഓഫ് ഫോർകാസ്റ്റ് എന്തൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫോർകാസ്റ്റിങ്ങിൻ്റെ കാൽക്കുലേഷൻസ് ചെയ്യുന്നത്? അത് ഒന്ന് പാസ്റ്റ് ഡിമാൻഡ്, പ്രീവിയസ് ഡേറ്റ, ലീഡ് ടൈം ഓഫ് പ്രോഡക്റ്റ് റിപ്ലനിഷ്മെൻറ്റ്, മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻഡ് അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എഫേർട്സ്, നാലാമത്തത് പ്ലാൻഡ് പ്രൈസ് ഡിസ്കൗണ്ട്, അഞ്ചാമത്തെ സ്റ്റേറ്റ് ഓഫ് എക്കണോമി ആൻഡ് ആക്ഷൻസ് ദാറ്റ് കോമ്പറ്റീറ്റേഴ്സ് ഹാവ് ടേക്കൺ. സോ ഇതൊക്കെയാണ് കമ്പോണൻസ് ഓഫ് ഫോർകാസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഓരോ കാര്യങ്ങളിനെയും ബേസ് ചെയ്തിട്ട് ആണ് നമ്മുടെ ഈ കാൽക്കുലേഷൻസ് നമ്മൾ ചെയ്യുന്നത്. എത്രത്തോളം ഫോർകാസ്റ്റ് ആയിരിക്കും, അടുത്ത 1 വർഷം നമ്മൾ സെയിൽ എത്രയായിരിക്കും എന്നുള്ളതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാര്യം ഈ പറഞ്ഞ പ്രൈസ് ഡിസ്കൗണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എമൗണ്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. കോമ്പറ്റീറ്റേഴ്സ് എത്രത്തോളം ഡിസ്കൗണ്ട് കൊടുക്കുന്നു, അവരുടെ ഓഫേഴ്സ് എന്തൊക്കെയാണ്, അതനുസരിച്ച് നമ്മളുടെ ഓഫേഴ്സിനെ റിവൈസ് ചെയ്യേണ്ടി വരും. സോ അങ്ങനെയുള്ള ഫാക്ടേഴ്സ് എല്ലാം ഈ പറഞ്ഞ ഫോർകാസ്റ്റിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോർകാസ്റ്റ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോർകാസ്റ്റ് പറയുമ്പോഴത്തേക്ക് അതിൽ മെയിനായിട്ട് 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വരുന്നത്. അത് 1 by 1 ആയിട്ട് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഫോർകാസ്റ്റ് ആർ ഓൾവേസ് ഇന്നാക്യുറേറ്റ് ആൻഡ് should thus include both the expected value of the forecast and a measure of forecast error. So ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് ഈ എപ്പോഴും ഇന്നാക്യുറേറ്റ് ആയിട്ടുള്ളൊരു വാല്യൂ എന്നുള്ള രീതിയിലാണ്, അതായത് ഒരു റോങ് വാല്യൂ ആയിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റിൽ തന്നെയാണ് നമ്മളിത് പറയുന്നത്. അതേസമയം അത് കാരണം എന്താണ്, നമുക്ക് ഒന്നും എക്സാക്റ്റ് ആയിട്ടല്ല, നമ്മൾ ഇതെല്ലാം പ്രീ പ്ലാൻ ചെയ്ത് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. സോ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഹിസ്റ്റോറിക്കൽ ഡേറ്റാസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ പറഞ്ഞ കാൽക്കുലേഷൻ ചെയ്യുന്നത്. സോ ഇത് വെറും ഒരു കാൽക്കുലേഷനിലാണ് നമ്മൾ ഈ പറഞ്ഞ ഫോർകാസ്റ്റ് ചെയ്യുന്നത്. സോ അതിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ചിലപ്പോൾ ഈ പറഞ്ഞ പല പല ഫാക്ടേഴ്സ് ഇൻവോൾവ് ആയിട്ട് വരാറുണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത അത്രയും എമൗണ്ട് നമുക്ക് സെയിലായി പോകണമെന്നില്ല. സോ അങ്ങനെയുള്ള കേസസ് വരുമ്പോഴത്തേക്കും നമുക്ക് പല ഫാക്ടേഴ്സും അവിടെ ഇൻവോൾവ് ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പം നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കോവിഡ് ഒക്കെ ബാധിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് ഇപ്പോൾ വന്നേക്കുന്നത്. മാർക്കറ്റ് എല്ലാം വളരെ ഡള്ളാണ്. ഇത് ആരെങ്കിലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ ഇതിങ്ങനെ കോവിഡ് ഉണ്ടാവും എന്നുള്ളത്? വല്ലതും ആരെങ്കിലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? ആരും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. സോ ഈ പറഞ്ഞ ഫോർകാസ്റ്റിംഗ് ചെയ്യാൻ നേരത്ത് ഇവർ ഈ കോവിഡ് ഉണ്ടാവും എന്നുള്ള സിറ്റുവേഷനൊന്നും മുൻകൂട്ടി കണ്ടിട്ടില്ല. അല്ലാതെ ആയിരിക്കും അവർ ഈ പറഞ്ഞ ഫോർകാസ്റ്റിംഗ് എല്ലാം ചെയ്തേക്കുന്നത്. സോ അതനുസരിച്ചായിരിക്കും അവരുടെ ഫോർകാസ്റ്റിംഗ് വാല്യൂസ്. സോ അങ്ങനെ ഒരു കേസ് വന്നപ്പോഴത്തേക്കും എന്താണ് ഈ പറഞ്ഞ വാല്യൂസ് ഇന്നാക്യുറേറ്റ് ആയി. കാര്യം സഡനായിട്ട് ഒരു ഫ്ലക്ച്വേഷൻ അവിടെ ഉണ്ടായി. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉണ്ടായത്. അതിന് തന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് 2 കാർ ഡീലേഴ്സ് ഉണ്ട്. ഒരാൾ 100-നും 1000-ൻ്റെ ഇടയിൽ സെയിലുണ്ടാകുമെന്ന് വിശ്വസിക്കുമ്പോഴത്തേക്കും മറ്റേ ആൾ 900-നും 1100-ൻ്റെ ഇടയിൽ സെയിലുണ്ടാകുമെന്നാണ് അയാളുടെ പ്ലാനിങ്. അയാളുടെ ഈ പറഞ്ഞ ഹിസ്റ്റോറിക്കൽ ഡേറ്റയും അവരുടെ സോഴ്സിങ്, ഞാൻ പറഞ്ഞു സോഴ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഡേറ്റ കളക്ട് ചെയ്ത് അതിൽ നിന്നുള്ള ഇത് ചെയ്യുന്നതിനാണ് സോഴ്സിങ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ പറഞ്ഞ പോളിസീസ് വെച്ചിട്ട് അവരുടെ ഈ കാൽക്കുലേഷൻ വന്നു. ഒരാൾക്ക് എക്സാക്റ്റ് ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100-നും 1000-ൻ്റെ ഇടയ്ക്ക്. സോ അവിടെ നോക്കുമ്പോഴത്തേക്കും ഒരു വലിയൊരു വേരിയേഷനാണ് അവിടെ വരുന്നത്. അതേസമയം രണ്ടാമത്തെ ആൾക്കാണെങ്കിൽ 900-നും 1100. സോ അങ്ങനെയുള്ളൊരു കേസ് വരുമ്പോഴത്തേക്കും അവിടെ ഏറ്റവും കൂടുതൽ ആക്യുറസി ആർക്കാണ്? ഈ പറഞ്ഞ രണ്ടാമത്തെ ആൾക്കാണ്. ഈ പറഞ്ഞ ആക്യുറസി കിട്ടണമെന്നുണ്ടെങ്കിൽ എക്സാക്റ്റ് ആയിട്ടുള്ള ഡേറ്റ അവൈലബിൾ ആയിരിക്കണം. എക്സാക്റ്റ് ആയിട്ടുള്ള ഡേറ്റ എക്സാക്റ്റ് കറക്റ്റ് സോഴ്സിൽ നിന്നും അവൈലബിൾ ആയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ പറഞ്ഞ വാല്യൂസ് വളരെ ഡീവിയേഷൻ കുറഞ്ഞിട്ടുള്ളൊരു വാല്യൂസ് നമുക്ക് അവിടെ കിട്ടത്തുള്ളൂ. So thank you all. See you in my next class.